പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ടൂറിസ്റ്റ് കേന്ദ്രം മൺട്രോത്തുരുത്തിലാണ്. അഷ്ടമുടി കായലിനും അതോടൊപ്പം തന്നെ കല്ലടയാറിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ദ്വീപസമൂഹമാണ് മൺട്രോത്തുരുത്ത്. 13.37 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് ഇതിൻ്റെ വിസ്തൃതി. കേരളത്തിൻ്റെ ടൂറിസം വികസനത്തിൽ ഏറ്റവും നിർണായകമായ പങ്കുവയ്ക്കാൻ കഴിയുന്ന ഒരു സ്ഥലം കൂടിയാണ് മൺട്രോത്തുരുത്ത്. മൺട്രോത്തുരുത്തിലെത്തുന്ന ടൂറിസ്റ്റുകൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒന്നാണ് കൊട്ടവഞ്ചികൾ. വിദേശികൾ ഉൾപ്പെടെ നിരവധി ടൂറിസ്റ്റുകളാണ് ഈ കൊട്ടവഞ്ചിയിൽ കയറി ഈ തുരുത്തിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നത്. തിരുവിതാംകൂർ ദിവാനായിരുന്ന കേണൽ മൺട്രോയുടെ സ്മരണാർത്ഥമാണ് ദ്വീപിന് മൺട്രോത്തുരുത്ത് എന്ന പേര് ലഭിച്ചത്. ഏറെ ജനകീയനും സമർത്ഥനുമായ ദിവാനായിരുന്നു കേണൽ മൺട്രോ. വേലിത്തമ്പി ദളവയ്ക്ക് ശേഷം തിരുവിതാംകൂർ ദിവാനായിരുന്ന ഉമ്മിണിത്തമ്പിയുടെ ജനദ്രോഹ പ്രവർത്തികളാൽ ജനങ്ങൾക്ക് അപ്രിയമായതിനാൽ റാണി ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി ഉമ്മിണിത്തമ്പിയെ ഉദ്യോഗത്തിൽ നിന്ന് നീക്കുകയും ബ്രിട്ടീഷ് റെസിഡന്റായിരുന്ന കേണൽ മൺട്രോയെ 1810 ദിവാനായി നിയമിക്കുകയും ചെയ്തു. ഇന്ന് കേരളത്തിൽ കാണപ്പെടുന്ന പുരവള്ളങ്ങളുടെ പൂർവ്വരൂപമായിരുന്ന കെട്ടുവള്ളങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മൺട്രോത്തുരുത്തിൽ ധാരാളമായി ഉപയോഗിച്ചിരുന്നു. കിടക്കാനും പാചകം ചെയ്യാനും കെട്ടുറപ്പുള്ള ചെറിയ മുറികളും ചരക്ക് കയറ്റത്തിനുള്ള സൗകര്യവും ഈ വള്ളങ്ങളിൽ ഉണ്ടായിരുന്നു. നീളൻ മുളകൾ ഉപയോഗിച്ച് ഊന്നിയും പായ കെട്ടി കാറ്റിൻ്റെ സഹായത്തോടുകൂടി ദിവസങ്ങളോളം ഈ വള്ളങ്ങളിലൂടെ യാത്ര ചെയ്യാൻ കഴിയുമായിരുന്നു. കയർ, തേങ്ങ, കൊപ്ര, വെളിച്ചെണ്ണ തുടങ്ങിയ വിപണന ഉൽപ്പന്നങ്ങൾ കച്ചവടത്തിനായി പുറം നാട്ടിൽ എത്തിച്ചിരുന്നത് വലിയ കെട്ടുവള്ളങ്ങൾ ഉപയോഗിച്ചായിരുന്നു. കുടുംബസമേതമുള്ള തീർത്ഥയാത്രയ്ക്കും വെള്ളപ്പൊക്ക സമയത്ത് അഭയം കണ്ടെത്തുന്നതിനും ഇത്തരം വള്ളങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. ഇവിടെ നിന്നും കൊടുങ്ങല്ലൂർ പൂരം കാണുന്നതിനായി കുടുംബസമേതം ആളുകൾ കെട്ടുവള്ളങ്ങളിൽ പോകുന്നത് പതിവായിരുന്നു.